പാരീസ് ഉൾപ്പെടെ ഗാസയിലെങ്ങും കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രയേൽ. ഖാൻ യൂനിസിലെ അംബസാനിൽ പലസ്തീൻ അഭയാർത്ഥികൾ താൽക്കാലികമായി താമസിച്ചു വന്ന സ്കൂൾ കെട്ടിടത്തിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മരണം 29 മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. മധ്യ ഗാസയിലെ ബുറേജി അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. ഗാസ സിറ്റിയുടെ കൂടുതൽ ഉൾഭാഗങ്ങളിലേക്കും ഇസ്രയേൽ ടാങ്കുകൾ എത്തിയതോടെ കുരുതി വ്യാപകമായതായി ദൃക്സാക്ഷികൾ പറയുന്നു. ആയിരക്കണക്കിന് പലസ്തീനികളാണ് സമീപ പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത്. രക്ഷപ്പെടാൻ സുരക്ഷിതമായ ഒരു സ്ഥലവും ഇല്ലാതിരിക്കെ മരണം കാത്തുകഴിയുകയാണ് അഭയാർത്ഥികളിൽ വലിയൊരു പങ്ക്. പട്ടിണിയെ ആസൂത്രിത ക്യാമ്പയിനാക്കി ഇസ്രയേൽ മാറ്റുന്നതായി ഐക്യരാഷ്ട്ര സംഘടന കുറ്റപ്പെടുത്തി. എന്നാൽ ആരോപണം ഇസ്രയേൽ തള്ളി. വെടിനിർത്തൽ കരാർ ചർച്ചയ്ക്കായി മൊസാദ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘം ബുധനാഴ്ച രാത്രി ഖത്തറിലെത്തും. അതേസമയം ഹമാസുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ നിർബന്ധിതരാകുന്ന ഒരു കരാറും അംഗീകരിക്കില്ലെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. അമേരിക്കയും ഖത്തറും ഈജിപ്തുമാണ് സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നത്. CIA ഡയറക്ടർ വില്യം ബേൺസ് സമാധാന ചർച്ചകൾക്കായി കഴിഞ്ഞ ദിവസം ഈജിപ്തിലെത്തി. ആക്രമണം അവസാനിപ്പിക്കില്ലെന്നും ഗാസയിൽ നിന്ന് പിൻവാങ്ങില്ലെന്നും നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കെ ദോഹ ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുമെന്ന് തങ്ങൾ കരുതുന്നില്ലെന്നും ഹമാസ് പ്രതികരിച്ചു. ഗാസയിൽ ആക്രമണവും ഉപരോധവും അവസാനിപ്പിക്കും വരെ പോരാട്ടം തുടരുമെന്ന് ഹൂതികൾ അറിയിച്ചു. ഇന്നലെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും 3 കപ്പലുകൾക്ക് നേരെ ആക്രമണവും നടത്തിയെന്ന് ഹൂതികൾ വ്യക്തമാക്കി. ലബനാൻ അതിർത്തിയിലെ സംഘർഷത്തിനും അയവില്ല. 50ലേറെ മിസൈലുകൾ ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അയച്ചതായി ഹിസ്ബുള്ള അറിയിച്ചു. ഇതേ തുടർന്ന് അതിർത്തി പ്രദേശങ്ങളിൽ വ്യാപക തീപിടുത്തവും ഉണ്ടായി. അധിനിവിഷ്ട ഗോലാൻ കുന്നിന് നേർക്ക് ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ആളപായമുണ്ടായതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിനിടെ ഇസ്രയേൽ ജയിലുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കെ പലസ്തീൻ തടവുകാരെ പാർപ്പിക്കാൻ പ്രത്യേക കൂടുകൾ പണിയുന്ന പദ്ധതിക്ക് നാളെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മന്ത്രിമാരുടെ അനുമതി തേടുമെന്നും ഇസ്രയേൽ ചാനൽ 14 റിപ്പോർട്ട് ചെയ്തു. അതിനിടെ ഗാസയിലെ മരണനിരക്ക് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിലെ അനുമാനത്തേക്കാൾ 5 ഇരട്ടിയെന്ന് ലാൻസെറ്റ് ലേഖനം. ഇസ്രയേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം 37,000-ഓളം പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം കണക്കാക്കുന്നത്. എന്നാൽ യഥാർത്ഥ മരണസംഖ്യ 1,00,000 വരെയാകാമെന്ന് ലാൻസെറ്റ് മെഡിക്കൽ ജേണലിൽ വന്ന ലേഖനത്തിൽ പറയുന്നു. 2023 ഒക്ടോബർ മുതൽ നടന്ന ആക്രമണത്തിൽ പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറയുന്ന കണക്കനുസരിച്ച് 37,396 പേരാണ് കൊല്ലപ്പെട്ടത്. ഇത് UN ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇസ്രയേൽ അധികാരികൾ ഈ കണക്ക് എതിർത്ത് മുന്നോട്ടെത്തിയിരുന്നു. പക്ഷേ ഇസ്രയേലി രഹസ്യാന്വേഷണ വിഭാഗം ഈ കണക്കുകൾ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഭൂരിഭാഗവും തകർന്നതിനാൽ ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന് കൂടുതൽ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ലാൻസെറ്റ് പറയുന്നത്. വിശ്വസനീയമായ മാധ്യമ സ്രോതസ്സുകളിൽ നിന്നും അപകടത്തെക്കുറിച്ച് ആദ്യം പ്രതികരിച്ചവരിൽ നിന്നുമുള്ള വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം കണക്കുകൾ കൂടുതൽ കൃത്യതയുള്ളതാക്കാമെന്നാണ് ലാൻസെറ്റ് പറയുന്നത്. തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പ്രത്യേകമായാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 2024 മെയ് 10 വരെയുണ്ടായ 35,091 മരണങ്ങളിൽ 30% തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഗാസയിൽ കൊല്ലപ്പെട്ടവരിൽ തിരിച്ചറിയപ്പെട്ട ഇരകളുടെ പേരുകൾ പോലും ആരോഗ്യ മന്ത്രാലയത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കൂടാതെ UN കണക്കാക്കുന്നത് ഗാസയിലെ 35% കെട്ടിടങ്ങളും തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹങ്ങളുടെ എണ്ണം ഇപ്പോഴും ആർക്കും അറിയില്ല. ഇത് ഏകദേശം 10,000-ലധികം വരുമെന്നാണ് ലാൻസെറ്റ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.